ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാം ഓൺലൈൻ എല്ലാം കൂടി കംപ്ലീറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നോണ്ട് ബെഡിൽ കിടന്നോണ്ടാണ് എല്ലാം കൂടിയത് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈശോയുടെ വാക്കുകളെ നിങ്ങളുടെ അടുത്ത് അസ്വസ്ഥമാകേണ്ട, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാ പോകുന്നത്. ഞാൻ പോയി നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന്. അപ്പൊ ഞാൻ ഓർക്കും നമ്മുടെ കൂട്ടത്തില് ഏതായാലും ഈശോയുടെ കൂടെ പള്ളിയോടച്ഛനും നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള ആ ഒരു വലിയ സന്തോഷമാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇപ്പൊ വരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ലോണം ശരിക്കും അച്ഛനെ കർത്താവ് നമ്മുടെ കൂട്ടത്തിലായിരിക്കും. എനിക്കൊരു 50 കൊല്ലത്തെ പരിചയമുണ്ട് അച്ഛനെ. എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ അവസാനം വരെയും നമ്മോടൊപ്പം ആയിരിക്കാനും എല്ലാവർക്കും ചെന്ന് കാണാനും യാത്ര പറയാനും ആര് ചെന്നാലും അച്ഛൻ്റെ ആ ഒരു കരുതല് അത് ഒരിക്കലും എല്ലാവരോടും ഞാൻ അവർക്ക് എപ്പോഴും നമ്മുടെ ഈ ജീസസ് യൂത്തിന്റെ ഒരു വളർച്ചയില് നമുക്ക് എടുത്തു പറയത്തക്ക 1, 2, 3, 10, 100 ഇൻസിഡൻസ് അല്ല, എല്ലാവർക്കും ഏത് സമയത്ത് അവൈലബിൾ ആകാനുള്ള, എല്ലാവരെയും കരുതാനുള്ള, ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു വലിയ അച്ഛൻ്റെ ആ ഒരു എന്താ പറയുക നല്ല മനസ്സും ഒരിക്കലും ഒന്നും ഒരു ഭാരമായിട്ടോ ഒരു ഒരു തരത്തില് ബുദ്ധിമുട്ടായിട്ടോ കരുതാതെ എല്ലാ സമയത്തും എല്ലാവർക്കും എല്ലാ രീതിയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാന്നിധ്യമാണ് എൻ്റെ മനസ്സിൽ എന്നും പള്ളിയതൊക്കെ കുറിച്ചുള്ളത്. എനിക്കാണെങ്കിൽ എന്നും അവര് നമ്മുടെ സ്വന്തം ഒരാള് എന്ന പോലെ. ഈ അടുത്ത നാളില് ഞങ്ങളുടെ ടീം എല്ലാവരും കൂടി അച്ഛനെ ചെന്ന് കണ്ടപ്പോഴാണെങ്കിലും എന്തോ ഒരു സന്തോഷത്തോടു കൂടി അച്ഛൻ ഞങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തതും ഈ ഇത്രയും വയ്യാതിരിക്കുകയാണെന്നൊരു തോന്നൽ പോലും വരാത്ത വിധത്തിൽ തീർത്തും വയ്യാതിരിക്കുമ്പോൾ പോലും ചെല്ലുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഒരുപാട് പേർക്ക് ഒത്തിരി സ്വന്തം അനുഭവങ്ങൾ പറയാനുണ്ട്. ഏതായാലും എനിക്ക് എന്നും എൻ്റെ വളരെയധികം വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തം ഒരു സഹോദരൻ ആയിരുന്നു അച്ഛൻ. തമ്പുരാന് നന്ദി പറയുന്നു അച്ഛനെ പറ്റി. അച്ഛൻ്റെ ആ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ടും ദൈവത്തിന് സ്തുതി. ആമേൻ.